നിങ്ങൾക്ക് തരുന്നുണ്ട്. പൊട്ടിയ ഫോൺ കൊടുത്ത് 5G ഫോണും കിട്ടുന്നുണ്ട്, ഗിഫ്റ്റും കിട്ടുന്നുണ്ട്. ഫോണും കൊള്ളാം, റേറ്റും കൊള്ളാം. എന്തായാലും ഫോൺ എടുക്കാൻ പറഞ്ഞവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഷെയർ, ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബ്രോ ആദ്യമായിട്ടാണ് ഒരു ഫോൺ എടുക്കാന്നപ്പോ 2 ഫോൺ, അത് ഐഫോണൊക്കെ കിട്ടുന്നത്. അതെ, നമ്മൾ പറഞ്ഞവരെ ചെയ്യും. കസ്റ്റമേഴ്സിന് ഇനി പറഞ്ഞ കസ്റ്റമേഴ്സ് ഇനി എല്ലാരും മാക്സിമം ഇനി ഹോൾസെയിൽ കൊടുക്കാം. ഹോൾസെയിലോട്ടും പോകും. പറഞ്ഞ നല്ല വില കുറവ് തന്നെ ഫോൺ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. സമ്മാനം എന്ന് പറഞ്ഞാൽ ഇതാണ് സമ്മാനം. ഒരു ഫോൺ എടുത്താൽ അതിന്റെ മറ്റൊരു ഫോൺ കൊണ്ടുപോകാൻ മനസ്സിലാക്കാം. പണമല്ല ആവശ്യം, കസ്റ്റമറാണ് ആവശ്യം. കസ്റ്റമർ ഉണ്ടെങ്കിലേ അവിടെ പണമുള്ളൂ. ഉണ്ട്. ഇവിടെ കുറെ കൊണ്ടുപോകും കേട്ടോ. എനിക്കിന്നാണ് ഒരു സമ്മാനം. അങ്ങനെ ഞാനൊരു സമ്മാനമൊക്കെ എടുത്ത് അതങ്ങ് പൊട്ടിച്ചു. 3Gയുടെയും 4Gയുടെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻറ് ഒന്നും ഇല്ല. 1000-2000 ഡിഫറൻറ് 5G 4G വരുന്നുണ്ട്. നിങ്ങൾ 5G ഉപയോഗിച്ചാൽ മതി, 4G ഉപയോഗിക്കണ്ട. ഗൈസ്, നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു ഷോപ്പിന്റെ മുൻഭാഗത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പ്. ഇതാണ്ട് അൽ ബർക്കത്ത് പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് എവിടെയാണെന്ന് പലർക്കും ഇതിന്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതേപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പിലെത്താം. ഇത് പാപ്പനോട് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ ഒരു ട്രാഫിക് പോസ്റ്റ് കാണും. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ശ്രീനാരായണ ഗുരു സമാധി ഉണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു കുട്ടിക്കട്ടൻ സ്റ്റാൾ ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അൽ ബർക്കത്തിന്റെ പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പ് ഇരിക്കുന്നത്. ഇവിടെ ഇന്ന് ഒരുപാട് സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്ക് തരാനുണ്ട്. അതേപോലെ അതിന്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു സ്മാർട്ട് ഫോണോ ഐഫോണോ കിട്ടാനായിട്ട് ഒരു സമ്മാനവും ഇവിടുന്ന് തരുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ വന്നും പോയും ഇപ്പോ ഇവിടെ എന്റെ കാഴ്ചയിൽ പോയി നിൽപ്പുണ്ട്. ഞാൻ നിൽക്കെ തന്നെ ഒരുപാട് കസ്റ്റമർ സാധനം എടുത്തിട്ടുമുണ്ട്. അത്യുഗ്രൻ സമ്മാനങ്ങളും കൂടെയാണ് അവരിവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞ ഒരു അതിശയം തന്നെയാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നത് ഉപകാരപ്പെട്ട് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണും കൊള്ളാം, റേറ്റും കൊള്ളാം. എന്തായാലും ഫോൺ എടുക്കാൻ പറഞ്ഞവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ബ്രോ ആദ്യമായിട്ടാണ് ഒരു ഫോൺ എടുക്കാന്നപ്പോ 2 ഫോൺ, അത് ഐഫോണൊക്കെ കിട്ടുന്നത്. അതെ, നമ്മൾ പറഞ്ഞവരെ ചെയ്യും. കസ്റ്റമേഴ്സിന് ഇനി പറഞ്ഞ കസ്റ്റമേഴ്സ് ഇനിയും ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഗിഫ്റ്റ് ഇനിയും ഉണ്ട്. കാരണം കസ്റ്റമേഴ്സ് ഇനിയും വാരിക്കോരി നമ്മൾ കൊടുക്കാൻ തന്നെ ചെയ്യും. സമ്മാനം എന്ന് പറഞ്ഞാൽ ഇതാണ് സമ്മാനം. ഒരു ഫോൺ എടുത്താൽ അതിന്റെ മറ്റൊരു ഫോൺ കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കുകയാണ് നമ്മളെ പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പിൽ. ഒരുപാട് വിളിക്കാറുണ്ട്. പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പിൽ ഇപ്പൊ കളക്ഷൻ ഉണ്ടോ, സ്മാർട്ട് ഫോൺ ഉണ്ടോ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏത് വിലയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നിവിടെ ഒരുപാട് സ്മാർട്ട് ഫോൺ സ്റ്റോക്ക് ഉണ്ട്. ഫോൺ മാത്രമല്ല ഐഫോണും കൂടെ ഒരുപാട് സമ്മാനങ്ങളും സഹീർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സമ്മാനങ്ങൾ എന്ന് കാണാം. അതിപ്പോ ഇന്നത്തെ മൊബൈലിന്റെ കളക്ഷൻസും ഷോപ്പ് വിശേഷങ്ങളൊക്കെ സഹീറിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. സഹീറ എങ്ങനെയുണ്ട്? മനസ്സിലാക്കാം. പണമല്ല ആവശ്യം, കസ്റ്റമറാണ് ആവശ്യം. കസ്റ്റമർ ഉണ്ടെങ്കിലേ അവിടെ പണമുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണത്. കസ്റ്റമർ മേക്കിംഗ്. മനസ്സിലായി നിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് നീ ഫോൺ കൊടുക്കുകയാണ്. കിട്ടിയോണ്ട് പൊക്കോളാം. ഇവിടെ വരിക, ഇഷ്ടപ്പെടുക, കൊണ്ടുപോവുക, ഗിഫ്റ്റ് മാറിക്കൊണ്ടുപോവുക. എല്ലാ ഗിഫ്റ്റും കസ്റ്റമേഴ്സിനുള്ളതാണ്.
എന്തൊക്കെയാണ് ഗിഫ്റ്റ് ഉള്ളത്? അത് സർപ്രൈസ്. എന്ത് വേണമെങ്കിലും ഫോൺ ഞാൻ നിൽക്കിയ തന്നെ ഐഫോൺ കിട്ടി, പിന്നെ അടുത്തുള്ള വേറെ എന്തെങ്കിലും കിട്ടി, ഒരു ഹെഡ്സെറ്റ് കിട്ടി. അപ്പൊ പല സാധനങ്ങളുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്. ഇവിടെ കുറെ കൊണ്ടുപോകും കേട്ടോ. സ്മാർട്ട് വാച്ച് ഉണ്ട്. ഫോൺ എടുത്ത എല്ലാവർക്കും എന്താ സമ്മാനങ്ങളോടൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്നാണ് ഒരു സമ്മാനം. അങ്ങനെ ഞാനൊരു സമ്മാനമൊക്കെ എടുത്ത് അതങ്ങ് പൊട്ടിച്ച് നോക്കിയാണ് കേട്ടോ എന്താണ് സംഭവം. ഒരു ഫോൺ സ്പീക്കർ എനിക്ക് യാതൊരുമില്ല കേട്ടാ. എനിക്ക് കിട്ടിയ സ്പീക്കറാണ്. കൊള്ളാം, മൈക്കൊക്കെ ഉള്ള സ്പീക്കറാണ് അല്ലേ? കൊള്ളാം, ഇത്ര നല്ല വലിയ സ്പീക്കർ എനിക്ക് കിട്ടിയ. അപ്പൊ ഇതേപോലെ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഫോൺ മാത്രമല്ല, ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രമേ നിങ്ങളുടെ വരാവൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വെറൈറ്റി തോന്നി കേട്ടാ. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഈ ഒരു സമ്മാനം എനിക്ക് നല്ലൊരു വെറൈറ്റി തോന്നി. എന്റെ ഫ്രണ്ടിന് ഐഫോൺ കിട്ടി. ഒരു സ്മാർട്ട് ഫോൺ എടുക്കാവുന്ന ഐഫോൺ യൂസ്ഡാണ്, ഫ്രഷ് അല്ല, എങ്കിലും അത് കൊടുക്കാൻ പറ്റിയ ഒരു മനസ്സുണ്ടല്ലോ, അത് എല്ലാരും കൈ അടിച്ചേ പറ്റുള്ളൂ കേട്ടോ. നിന്നെ മുന്നിൽ കൈ അടിക്കണം. എന്താണ് ഇങ്ങനെ ഒരു തോന്നാൻ കാര്യം, ഐഫോൺ കൊടുക്കാൻ തോന്നാൻ കാര്യം? അത്രയും കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് വേണ്ടത് പണമല്ല, കസ്റ്റമേഴ്സ് ആണ്. പിന്നെയും ഗിഫ്റ്റ് കൊടുക്കും, ഇനിയും കസ്റ്റമേഴ്സ്. ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എടുക്കാൻ വരുന്ന ആൾക്ക് എന്തായാലും അല്ലെ കിട്ടും. ഗിഫ്റ്റിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുത്ത്, പക്ഷെ പൊട്ടിച്ചു നോക്കരുത് അല്ലെ. എങ്ങനെ എടുക്കുക, അത് കീഴിൽ കിട്ടുന്നത് കൊണ്ടുപോയിക്കൊള്ളുക അല്ലെ. പൊട്ടിച്ചു നോക്കാൻ പറ്റൂല. പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ പൈസ വെച്ചിട്ട് പോകണം. ചിലപ്പോ നിങ്ങൾ സംശയത്തിന്റെ പേരിൽ പൊട്ടിച്ചു നോക്കണമെന്നുള്ളവർക്ക് പൊട്ടിച്ചു നോക്കാം, പക്ഷെ അതിന്റെ അകത്തുള്ള പൈസ ഇവിടെ വെച്ചിട്ട് പോകണം. സാധനം തരൂല അല്ലെ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സാധനമായിരിക്കും അതിന്റെ അത് ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെല്ലാം നമുക്ക് ഒരു ഐഫോൺ കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും പറയാം അല്ലെ. അപ്പൊ അടുത്ത വീഡിയോ വേണ്ട, ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോയില് ഷെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഐഫോൺ, അത് ഏതാണെന്ന് സസ്പെൻസ് ആയിട്ട് അല്ലെ അപ്പൊ കാണിച്ചു തരാം. ഇത് പറഞ്ഞ പുതിയ ഫോൺ മോഡൽ എല്ലാ ഫോണും ഞാൻ ഫോട്ടോയും കാര്യം ഇപ്പൊ എല്ലാവർക്കും വാട്സാപ്പിൽ അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കസ്റ്റമർ വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കുന്നത്, കുറെ ഫോട്ടോ അയച്ചു തരും, അത് വെച്ച് ഇവിടെ പറഞ്ഞ എല്ലാ ഫോണും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് ഇൻസ്റ്റ വരെ മെസ്സേജ് അയച്ചിട്ട് അതിൽ തന്നെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഞാൻ പറയുന്നതാണ്. ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. വരുന്നുണ്ട്. ഇന്നൊരു കസ്റ്റമർ വന്നിരുന്നു ഒരു സെറ്റ് എടുക്കാൻ വേണ്ടി, 4G സെറ്റ് എടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ ഇന്നലെ വന്നത് 5Gയുടെയും 4Gയുടെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 1000-2000 ഡിഫറൻറ്റ് 5G 4G വരുന്നുണ്ട്. അവർ 5G സെറ്റ് എടുത്തിട്ടാണ് പോയത്. അത് 4G എടുക്കാമെന്ന 5G എടുത്തിട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഏത് കസ്റ്റമേഴ്സ് വന്നാലും 4G എടുക്കാമെന്ന 5G എടുത്തിട്ട് പോകാൻ ഇത് അവർക്ക് തോന്നും. എന്തായാലും വിലയുടെ നമ്മള് 5G കൊടുത്തു വിടും. 5G ഉപയോഗിച്ചാൽ മതി, 4G ഉപയോഗിക്കണ്ട അല്ലെ. നിങ്ങളെ വീട്ടിൽ ഡിസ്പ്ലേ പൊട്ടിയ ഫോണോ അത് ഗ്ലാസ് പൊട്ടിയ ഫോണോ എല്ലാം ഉണ്ടെങ്കിൽ അത് വെറുതെ അവിടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ പൈസ വന്ന് നിങ്ങൾക്ക് വേറെ പുതിയൊരു ഫോൺ ഇവിടെ നിന്ന് കൊടുത്തിട്ട് പോവാം. അതല്ലേ നമുക്ക് ആവശ്യം. അത് ആവശ്യമില്ല, അവിടെ വെറുതെ കിടക്കണ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വിലയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ ഇട്ടിട്ട് ലോട്ടറി പുതിയൊരു ഫോൺ ഇവിടെ എടുത്തിട്ട് പോവാം. അത് 5G എടുത്തിട്ട് 5G മാത്രമല്ല ഗിഫ്റ്റും നിങ്ങൾക്ക് തരുന്നുണ്ട്. പൊട്ടിയ ഫോൺ കൊടുത്ത് 5G ഫോണും കിട്ടുന്നുണ്ട്, ഗിഫ്റ്റും കിട്ടുന്നുണ്ട്. അതുപോലെ പൈസ ഇവിടെ പറഞ്ഞ കസ്റ്റമേഴ്സ് 200, 300, 500 ഒക്കെ ഒരു കട വെച്ച് പോകാൻ ചിലരൊക്കെ ഉണ്ട്. പക്ഷെ അവര് പൈസ ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ അവർ അതിനുശേഷം വന്നിട്ടും ഇല്ല, വരത്തില്ല. നിങ്ങൾ പൈസ തന്നില്ലേ കുഴപ്പമില്ല, ഇവിടെ വന്ന് കട വന്ന് വരണം, വരാതിരിക്കരുത്, നിങ്ങൾ വരണം ഉറപ്പായിട്ടും. പൈസ നമ്മൾ അങ്ങോട്ട് വന്ന് ചോദിക്കും, പക്ഷെ വരാതിരിക്കില്ല, ചോദിച്ചാൽ നിങ്ങൾ വരാതിരിക്കില്ല, പിടിച്ചോളാം. പിടിക്കാതെ നമ്മൾ വിടൂല, പിടിക്കും. പക്ഷെ നിങ്ങൾ വരണം, നിങ്ങൾ ആ പേര് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ നടന്നളയല്ലേ അല്ലെ. ഒരുപാട് കസ്റ്റമർ പൈസ കടം വെച്ചിട്ട് പോലും തരുന്നവരുണ്ട്, ഒരുപാട് പേര് അങ്ങനെ തരുന്നവരുണ്ട്. പക്ഷെ 2-3 കസ്റ്റമേഴ്സ് മാത്രം പോയിട്ട് തിരിച്ചു വരുന്നില്ല. അവര് പൈസ തരാത്തതിലെ വശം പൈസലാക്കാൻ, അവർ തിരിച്ചു തരാത്തതിലാണ് വശം. വരണം ആരായാലും അത് വരണം, അത് വരെയും ചെയ്യണം, അടുത്ത ആൾക്കാരെ കൊണ്ടുവരണം. അതൊന്നും ഇവര് ഫോൺ എടുത്തിട്ട് പോയ, ഒരു അച്ഛനോട് ഫോൺ എടുത്തിട്ട് പോയാൽ അവരെ ബ്രദറിന്റെ അടുത്തോ അവരെ ഫാമിലി അടുത്തോ അവർ പറയും ഇങ്ങനെ പാപ്പനോട് ഷോപ്പുണ്ട്, അവിടെ കൊള്ളാം, വില കുറവുണ്ട്, ഇതിന് അടുത്ത കസ്റ്റമറെ കൊണ്ടുവരും, അവരെന്നെ അടുത്തവരെ കൊണ്ടുവരും. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് മാക്സിമം സേവ് ചെയ്യാൻ നോക്കുന്നത്. ഗിഫ്റ്റ് ഇനിയും ഒരുപാട് കൊടുക്കുന്നുണ്ട്, എല്ലാ കസ്റ്റമേഴ്സും വരിക മാക്സിമം. ഈ പറയാനുള്ളത് ഇവിടെ ബിസിനസ്സിനായിട്ട് ഇവിടെ ഒരുപാട് പയ്യന്മാര് വരുന്നുണ്ട്, ഫോൺ വില കുറച്ച് ഹോൾസെയിലർ കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാരും മാക്സിമം ഇനി ഹോൾസെയിൽ കൊടുക്കാം, ഹോൾസെയിലോട്ടും പോകും. പറഞ്ഞ നല്ല വില കുറവ് തന്നെ ഫോൺ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അങ്ങനെയാണ്, അവരോട് കച്ചവടം ചെയ്ത് പൈസ റെഡിക്കേഷൻ എടുക്കും. ചിലവർ റെഡി ക്യാഷ് തരും, ചിലവർ 5 ഫോൺ എടുത്താൽ 3 ഫോണിന്റെ പൈസ തരും, 2 ഫോണിന്റെ പൈസ ഒരു അടുത്ത ആൾക്കാർക്കാണ് അതൊക്കെ. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കണം. ക്രെഡിറ്റിനൊക്കെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന്
പരിശ്രമിച്ച് അല്ലെ ഹോൾസെയിലായിട്ട് നല്ല വില കുറച്ച് നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യാനൊക്കെ ഒരു പയ്യന്മാരൊക്കെ അല്ലെ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല സഹായം സൈർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കോളണം ഈ ഷോപ്പിൽ.